ഒരാന അത്രത്തോളം വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ദയാവധം ഏർപ്പെടുത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നാട്ടാനകൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധം നടപ്പാക്കാൻ ആലോചന നടക്കുന്നത്. നാട്ടാന പരിപാലന നിയമത്തിലെ പുതിയ ചട്ടഭേദഗതിയുടെ കരടിലാണ് ഇക്കാര്യം പറയുന്നത്. നാട്ടാന പരിപാലന നിയമത്തിലെ ചട്ടത്തിൽ ഇതുൾപ്പെടുത്തുന്നത് ആദ്യമായാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ മാത്രമേ ആനകളുടെ ദയാവധം നടപ്പാക്കാനാകൂ എന്നും കരടിൽ പറയുന്നു. അപൂർവ സന്ദർഭങ്ങളിൽ ഇത് ഗുണകരമാകുമെന്നാണ് മേഖലയിലുള്ളവർ പറയുന്നത്. ഒരാന അത്രത്തോളം വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ദയാവധം ഏർപ്പെടുത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിയമിക്കുന്ന ഒരു സംഘമാണ് പരിശോധന നടത്തുക. ചുരുങ്ങിയത് 4 അംഗങ്ങളാണ് സംഘത്തിലുണ്ടാവുക. 2 വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർമാർ, സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ്, ആനിമൽ വെൽഫെയർ ബോർഡ് എന്നിവയിലെ ഓരോ അംഗവും അടങ്ങുന്നതായിരിക്കും സംഘം. അസുഖം ബാധിച്ചതോ വയസ്സായതോ ആയ ആനകൾ തളർന്നു വീഴുന്ന സംഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വീണ്ടും അതിനെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ള ഘട്ടങ്ങളും വരാറുണ്ട്. വാഹനമിടിച്ചും മറ്റു ഗുരുതരമായി പരിക്കേൽക്കുന്ന ആനകളുടെ കാര്യത്തിലും ഇത് ഉപയോഗപ്രദമാണ്. ഒരു പരിധിയിൽ കൂടുതൽ എല്ലു പൊട്ടിയാൽ ആനകൾക്ക് പഴയപടി ജീവിതത്തിലേക്ക് തിരികെ വരിക എന്നത് പ്രയാസകരമാണ്. അത്തരം സാഹചര്യങ്ങളിൽ വേദന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ദയാവധമെന്ന് മേഖലയിലുള്ളവർ നിരീക്ഷിച്ചു പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.